നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം. സ്വരം മോശമായാലും പാട്ട് നിർത്താത്ത പല ആളുകളുമുണ്ട്. പിണറായി വിജയന് സംഭവിച്ചിരിക്കുന്നത് അതാണ്. സ്വരം അങ്ങേയറ്റം മോശമായി. 10 വർഷത്തെ ഭരണം കൊണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായി. ജനങ്ങൾക്ക് പിണറായി വിജയനെ കണ്ണിൽ കണ്ടുകൂടാത്ത ഒരു സ്ഥിതി വന്നു. അങ്ങനെയാണ് വലിയ ഭീമമായ തോൽവി ഏറ്റുവാങ്ങിയത്. തുടർഭരണം വരുമെന്നും മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരുമെന്നും ഇത് ആടി ഉലയാത്ത കപ്പലാണ് എന്നുമൊക്കെ പറഞ്ഞിരുന്ന പിണറായി വിജയനും സംഘവും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തോറ്റ് തുന്നം പാടി. അതിനുശേഷവും ഈ സ്വരം അത്യധികം മോശമായതിനു ശേഷവും പണി നിർത്തിയില്ല എന്നുള്ളതാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധി. മാധ്യമപ്രവർത്തകരോടും അതുപോലെ തന്നെ കാറിനടുത്ത് നിൽക്കുന്നവരോടും വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. കാരണം താങ്കളുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. സ്വരം മോശമായിട്ടും പാട്ട് നിർത്തിയില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ട എന്ത് കാര്യമാണ് പിണറായി വിജയനുള്ളത്? സത്യത്തിൽ പിണറായി വിജയൻ വലിയ തോൽവിക്ക് കാരണമായ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ മാറ്റി മറ്റൊരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇരുത്തേണ്ടതായിരുന്നു. CPM അത് ചെയ്തില്ല. CPM പിണറായി വിജയനെ തന്നെ വീണ്ടും ആ പണി ഏൽപ്പിച്ചു. ആഴത്തിൽ തിരുത്തണം എന്നൊക്കെയാണ് ഈ സംസ്ഥാന നേതൃത്വത്തോട് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതത്രേ. ആളുകളെ മാറ്റാതെ എങ്ങനെയാണ് ആഴത്തിൽ തിരുത്തുക? ഈ ആളുകൾ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആഴത്തിൽ തിരുത്തിയാൽ മതിയോ? അങ്ങനെയുള്ള തിരുത്തലുകളൊന്നും നടക്കുന്നില്ല എന്നാണ് ഈ വടിയും പിടിച്ച് ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയുന്ന ധാർഷ്ട്യം നിറഞ്ഞ വർത്തമാനത്തിന് പിന്നിൽ. ഇവരൊന്നും ചെറുപ്പത്തിലെ തിരുത്തിയിട്ടില്ല, പിന്നെയാണ് കുഴിയിലേക്ക് കാലും നട്ടിരിക്കുന്ന സമയത്ത് എന്നത് ജനം ചോദിച്ചേക്കാം. അങ്ങനെയുള്ള വലിയ സംശയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നും പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു ആക്ഷേപഹാസ്യ കഥാപാത്രത്തെ പോലെ വന്നു പോകുന്നത്. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ സർക്കാരിനോട് കട്ടയ്ക്ക് നിൽക്കേണ്ട, ഒരു ആർജവം പ്രകടിപ്പിക്കേണ്ട ഒരു സ്ഥാനമാണ്. സർക്കാരിൻ്റെ ഓരോ ചലനങ്ങളെയും വിമർശിച്ച് സർക്കാരിൻ്റെ ഓരോ നിലപാടുകളോടുകൂടും ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഓരോ ചോദ്യത്തിനും സർക്കാർ ഭയക്കണം എന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നിയമസഭയിലടക്കം സർക്കാരിനോട് പൊരുതി നിൽക്കേണ്ട ഒരു സ്ഥാനമാണ്. VD സതീശൻ താരതമ്യേന പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് തീർച്ചയായും വളരെയധികം വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുത്തിയാൽ എങ്ങനെ ഈ വണ്ടി ഓടും എന്ന് ചിന്തിക്കാമായിരുന്നു എല്ലാവർക്കും. പക്ഷേ അവർ അത് ചിന്തിച്ചില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായി വിജയൻ്റെ താലത്തിൽ തന്നെ വച്ചുകൊടുത്തു. അത് കാരണം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും നിയമസഭാ സമ്മേളനം നടക്കുകയാണെങ്കിൽ പ്രതിപക്ഷ MLA-മാർക്ക് നിയമസഭയിലോട്ട് വരാൻ പേടിയാണ്. കാരണം ഭരണപക്ഷം വല്ലാതെ കളിയാക്കി വിടും. പരിഹാസവും കളിയാക്കലും ഒന്നും സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും എണീറ്റ് വാതുറന്ന് പറയടോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത് ഭരണപക്ഷാംഗമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്വന്തം പാർട്ടിയിലെ നേതാവ് തന്നെയായിരുന്നു. എന്തെങ്കിലും പറയണം, ഈ അപഹാസ്യം സഹിക്കാതെ സഹിച്ച് നമ്മൾ എങ്ങനെ ഇനിയും മുന്നോട്ട് പോകും എന്ന് പ്രതിപക്ഷ MLA-മാർക്ക് ചോദിക്കേണ്ട സ്ഥിതി വന്നു. പ്രതിപക്ഷ MLA-മാരുടെ ശരീരഭാഷയൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. വളരെയധികം നിരാശ ബാധിച്ച് അവർ നിയമസഭയുടെ ഇടനാഴിയിലൂടെ തലകുനിച്ച് കടന്നു പോവുകയാണ്. കാരണം പ്രതിപക്ഷത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആർജവമുള്ള ഒരു നേതാവില്ല. ഈ സമയത്താണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞങ്ങളത് ചെയ്തു കൊള്ളാം എന്ന ഒരു നിലപാട് CPI എടുക്കുന്നത്. CPIക്ക് ആ നേതൃസ്ഥാനം നൽകാൻ പിണറായി വിജയൻ ഒരുക്കമല്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ തന്നെ പിണറായി വിജയന് വലിയ ദേഷ്യമാണ്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചതാര്? അത് പാർട്ടിയല്ലേ, LDF അല്ലല്ലോ. പിന്നെ എന്തിന് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം? അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ. അങ്ങനെയൊന്നും ഇവിടെ ചോദിക്കുന്ന പരിപാടിയില്ല. അതൊക്കെ അവസാനിപ്പിച്ച കാര്യമാണ്. ആ അധ്യായം അടഞ്ഞ അധ്യായമാണ് എന്നൊക്കെയാണ് അന്ന് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. CPIയുടെ ഈ ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ക്ഷുഭിതനായി സംസാരിച്ചത്. സാധാരണഗതിയിൽ തിരുവായ്ക്ക് എതിർവായി ഇല്ലാതിരുന്ന ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. കഴിഞ്ഞ 10 വർഷം അതുതന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിൽ ആരും പുറത്തു വന്ന് അദ്ദേഹത്തിനെതിരെ ഒന്നും പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ചുട്ട മറുപടി മണിക്കൂറുകൾക്ക് ശേഷം പിന്നാലെ വന്നു. CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ
കൃത്യമായ മറുപടി നൽകി. ഇവിടെ അധ്യായം അത് ഏതുമായിക്കോട്ടെ അത് അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ വലിയേട്ടൻ മനോഭാവമൊക്കെ ആരെങ്കിലുമൊക്കെ അങ്ങ് ആജ്ഞാപിക്കും, നമ്മളങ്ങ് അനുസരിച്ചു കൊള്ളണം, അങ്ങനെയൊന്നും ഇന്നിപ്പോൾ LDF ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തൻ്റെ തിട്ടൂരമൊക്കെ കൊണ്ട് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് തന്നെയാണ് CPI നേതാവ് ആഞ്ഞടിച്ചത്. അത് പിണറായി വിജയനെ അതിനിശിതമായ മറുപടിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത പിണറായി വിജയൻ എന്തൊക്കെ കേൾക്കണമെന്ന് നമ്മളന്ന് കണ്ടതാണ്. കാരണം അത്രമാത്രം നികൃഷ്ടജീവിയായി LDFിൽ തന്നെ പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് CPI കടുംപിടുത്തം പിടിക്കുന്നത്. നേതാവ് സ്ഥാനം, പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനം തങ്ങൾക്ക് തന്നെ വേണം. അത് കൊടുക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പരിമിതികൾ നന്നായി അറിയാം. കടലാസിൽ എഴുതി വെച്ചാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. പെട്ടെന്ന് മുഖ്യമന്ത്രി അപ്പുറത്തിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കൗണ്ടർ അടിച്ചാൽ ഇവിടെ നിന്നും തിരികെ കൗണ്ടർ അടിക്കാൻ പിണറായി വിജയന് കഴിയില്ല. അതിന് പേപ്പറിൽ നേരത്തെ എഴുതി വെക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ മിടുക്കനായ ഒരു പ്രതിപക്ഷ ഉപനേതാവ് വന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഭ തന്നെ ഇല്ലാതാവും. പ്രതിപക്ഷ നേതാവ് വെട്ടത്തു നിന്നുമായും ആ ഒരു ഭയം പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം CPIക്ക് ഉപനേതൃസ്ഥാനം നൽകാൻ തയ്യാറല്ല. CPI പിടിച്ച പിടിയാലെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോറ്റു ഇത്രയും ദിവസമായി, ഇതുവരെയും LDF യോഗം ചേർന്നിട്ടില്ല. LDF കൺവീനറോട് LDF യോഗം ചേർന്നോ എന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ ആരെങ്കിലും. അദ്ദേഹം കണ്ടം വഴി ഓടുന്നത് കാണാം. കാരണം LDF യോഗം ചേരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന് CPI അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ CPMന് ഈ കാര്യങ്ങൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തന്നിട്ട് മതി ഇനിയിപ്പോൾ LDF ചേരുന്നത് എന്ന കടുംപിടുത്തത്തിലാണ് CPI. അതുകൊണ്ട് തന്നെ CPMന് വലിയ പ്രതിസന്ധിയായി അത് മാറുകയായിരുന്നു. CPIയുടെ വാശി അത് ഇനിയും അതിജീവിക്കാൻ CPMന് കെൽപ്പില്ലാതായി. CPMൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ പിണറായി വിജയൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കയറിയിരിക്കുന്നതിനെ അനുകൂലിക്കുന്നവരല്ല. അവരെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ അടക്കം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ CPM ഇപ്പോൾ ഗത്യന്തരമില്ലാതെ CPIക്ക് മുന്നിൽ ചർച്ചയ്ക്ക് പോവുകയാണ്. എന്താണ് രാഷ്ട്രീയ സാഹചര്യമെന്നും കീഴ്വഴക്കങ്ങളെന്നും പറഞ്ഞ് CPIയെ ബോധ്യപ്പെടുത്താനാണ് CPMൻ്റെ ശ്രമം. അതിനുവേണ്ടി CPIയുടെ ഓഫീസിൽ വെച്ച് ചർച്ച നടക്കാനിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തന്നേ തീരൂ എന്ന് ഉറഞ്ഞുതുള്ളി നിൽക്കുന്ന CPIയെ ഏതു വിധേനയും അനുനയിപ്പിക്കണം എന്ന് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നു. അത് സാധ്യമാണോ എന്നറിയില്ല. പക്ഷേ അനുനയിപ്പിക്കാൻ CPM എന്തായാലും തീരുമാനിച്ചിരിക്കുന്നു. കാരണം CPI ആദ്യമൊക്കെ ഉടക്കൊക്കെ പറയുമെങ്കിലും ഏറ്റവും അവസാനം CPM പറയുന്നത് അനുസരിക്കാറാണ് പതിവ്. അത് കഴിഞ്ഞ കുറേ നാളുകളായി അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ CPMനോട് ചോദിച്ചിരുന്നു, ഭരണപരമായ തീരുമാനങ്ങളിലും മറ്റും. ആ ചോദ്യങ്ങൾക്കൊക്കെ പിന്നീട് ഇത്തരത്തിലുള്ള ചില ഉത്തരങ്ങളും ചില രീതികളുമൊക്കെ വെച്ച് കുറേ നാൾ അവർ കടുംപിടുത്തം പിടിക്കും, പരസ്യ പ്രഖ്യാപനം നടത്തും, എതിരാണ് എന്നൊക്കെ പറയും. പക്ഷേ അവസാനം CPMന് വഴങ്ങുക എന്നുള്ളത് CPIയുടെ ഒരു നയമാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്താകും എന്ന് അറിയാൻ കഴിയില്ല. CPI ആ ഒരു രീതിയിലാണ് CPIയുമായി ചർച്ച നടത്തുന്നത്. CPIയുടെ പുതിയ ഓഫീസിൽ പോയിട്ടാണ് ചർച്ചകൾ സംഘടിപ്പിക്കുക. അനുനയിപ്പിക്കാനാണ് CPMൻ്റെ ലക്ഷ്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അതൊരിക്കലും വിട്ടുതരില്ല എന്ന് പിണറായി വിജയൻ ശാഠ്യം പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതായിട്ടാണ് സൂചന. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന ചോദ്യം പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ, കാരണം ഞങ്ങളുടെ MLAമാരടക്കം ഇവിടെ വന്ന് അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെൻ്ററി പെർഫോമൻസ്, മുന്നണിയുടെ പാർലമെൻ്ററി പെർഫോമൻസ് വളരെയധികം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ CPI പറയുന്നത്. അതുകൊണ്ട് തന്നെ ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവ് അത് കേരളത്തിന് ദോഷമാണ്. അതുകൊണ്ട് മുന്നണിക്കകത്ത് മറ്റൊരു സംവിധാനം വേണം. ആ സംവിധാനമാണ് നമ്മൾ പറയുന്നത് പ്രതിപക്ഷ ഉപനേതാവ് എന്ന സംവിധാനം. അതിനോട് യോജിക്കാൻ കഴിയില്ല എങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് CPI ആലോചിച്ച് തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ചർച്ചയിൽ എന്താണ് തീരുമാനമെന്നറിയില്ല. ചർച്ചയ്ക്ക് ശേഷം CPI ഒരുപക്ഷേ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കാനും സാധ്യതയുണ്ട്.